ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. പാപത്തിൻ്റെ ഫലം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നതാണ്. എന്താണ് നമുക്ക് നോക്കാം. യേശു താൻ അനുഭവിക്കുന്ന വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അതോടൊപ്പം ദൈവത്തിലുള്ള ഒരിക്കലും അസ്തമിക്കാത്ത തൻ്റെ വിശ്വാസവും പ്രത്യാശയും പ്രകടമാക്കുകയും ചെയ്യുന്നു. ദൈവം കൈവിട്ടാലും താൻ ദൈവത്തിലുള്ള കയ്യിലുള്ള പിടി വിടുകയില്ല എന്ന് നിലവിളിച്ച് പറയുന്നതാണ് ഈ പ്രാർത്ഥന. ഇവിടെ യേശുവിൻ്റെ മാത്രമല്ല, പിതാവിൻ്റെയും ഹൃദയത്തിലേക്ക് ആഴമേറിയ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നു. പാപിയെ ശപിച്ചു തള്ളുകയല്ല, പാപം സ്വയം ഏറ്റെടുത്ത് പാപത്തിൻ്റെ ഫലമായ ദൈവത്തിൽ നിന്ന് ഒറ്റപ്പെടുക എന്ന ശിക്ഷ ഏറ്റെടുത്ത് പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തോട് രമ്യപ്പെടുത്തുന്നതിൻ്റെ വിലയാണ് യേശുവിൻ്റെ കുരിശും ക്രൂശിതൻ്റെ വിലാപവും. ദൈവത്തിന് എന്നോടുള്ള സ്നേഹവും ആഴമേറിയ വ്യക്തമാക്കുന്നതിൻ്റെ ഈ വിലാപത്തെ മനസ്സിലാക്കണം. അതിന് കാരണമായ പാപം പരിത്യജിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ വിലാപം നമുക്ക് പ്രേരണ നൽകണം. ഓക്കെ, താങ്ക്